0 to 60 ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആട്ടോ. ഭയങ്കര ഇലക്ട്രിക് മോട്ടർ 8 സെക്കൻഡത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ പവർ തരും. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഇന്ന് നമ്മുടെ ഒപ്പം നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ഏറ്റവും പുതിയ 110 വേർഷനാണുള്ളത്. നമ്മളിത് ബാംഗ്ലൂരൊക്കെ പോയി അവരുടെ ട്രാക്കിൽ ഓടിച്ചു. അതുകൂടാണ്ട് നമ്മൾ വോക്ക് അറൗണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് ടേമാണ്, ഏകദേശം എൻ്റെ ഈ വണ്ടി ഉണ്ടായിട്ട് ഒരു 300-400 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഈ വണ്ടി. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ലോങ് ടേമിനായിട്ട് നമുക്ക് ടി വി എസിൻ്റെ നിന്ന് തന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് ഓടിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഫുൾ LED സെറ്റപ്പാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ഒരു ഇൻഫിനിറ്റി ലൈറ്റ് പോലത്തെ ലൈറ്റും, ഫ്രണ്ട് 12 ഇഞ്ച് വിത്ത് ഡിസ്ക് ബ്രേക്ക്, സിങ്ക്രണൈസ് ബ്രേക്കിംഗ് സിസ്റ്റം അവർ ഇതിൽ കൊണ്ടുവന്നുണ്ട്. അതായത് നമ്മൾ കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറയാം. പിന്നെ ഒരു ഏറ്റവും പുതിയ 113cc മോട്ടറാണ് ഇതിൽ കൊണ്ടുവന്നത്. ഭയങ്കര റിഫൈൻഡ് ആണ്, നല്ല അടിപൊളിയാണ്. സസ്പെൻസ് സെറ്റപ്പ് റിയർ നമുക്ക് 3 സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. വണ്ടിയാണ്, ബാംഗ്ലൂരിൽ നിന്നുള്ള വണ്ടിയാണ്. റിയറിൽ നമുക്ക് ആ ടെയിൽ ലാമ്പാണ്, വലിയ ടെയിൽ ലാമ്പാണ്. ഫുൾ മെറ്റൽ ബോഡി ആട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു, പക്ഷേ സൈഡൊക്കെ മെറ്റൽ ബോഡിയാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്, നല്ല സസ്പെൻഷനാണ്, നല്ല രസമാണ് ഓടിക്കാൻ. റിയർ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റാണ്. അതുകൂടാണ്ട് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റും. നല്ല അത്യാവശ്യം ഇൻഫർമേഷനുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് റേഞ്ച്, മൈലേജ്, കിലോമീറ്റർ, പിന്നെ നമുക്ക് TVS X കണക്റ്റ്, അതായത് നമ്മുടെ മൊബൈൽ ആപ്പ് വഴി നമുക്കിത് കണക്ട് ചെയ്ത് നമുക്കിതിൽ നോട്ടിഫിക്കേഷൻ, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, അങ്ങനത്തെ കോൾ അലേർട്ട്, SMS അലേർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്, സൈലൻറ്റ് സ്റ്റാർട്ടാണ്. അത് കൂടാണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ IQ അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതായത് ഇലക്ട്രിക് മോട്ടർ 8 സെക്കൻഡത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ പവർ തരും. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ ഓടിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇതാണ് വണ്ടി, ഭയങ്കര ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. സീറ്റ് ഹൈറ്റ് 770 mm ആണ്. എനിക്കൊക്കെ ഫ്ലാറ്റ് ഫുട്ട് ചെയ്തിട്ട് മുട്ടും മടങ്ങുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. ഈസി ആയിട്ട് പോകാം. പിന്നെ ഭയങ്കര ഈസി ആയിട്ട് ഇടാൻ പറ്റിയൊരു പാർക്ക് ബ്രേക്ക് ആട്ടോ ഇതിനുണ്ടോ. ആ ബ്രേക്ക് അങ്ങ് ഇട്ടാൽ പിന്നെ ഇത് ജസ്റ്റ് പിടിച്ചാൽ കഴിഞ്ഞ്. അത് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് സ്കൂട്ടറിൻ്റെ ഒരു ഓവറോൾ. ഇവിടെയാണ് അതിൻ്റെ ഫ്യൂൽ ലിഡ് വന്നത്. ആൻഡ് ഇത് നമുക്ക് ഒറ്റ കീയിലാണ് എല്ലാ പരിപാടിയും ലോക്ക് ചെയ്യാനും. പിന്നെ ഇവിടെ ചാർജറും കൊടുത്തിട്ടുണ്ട്, USB ചാർജർ. ഇവിടെ ഒരു ചെറിയൊരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ സീറ്റും കൂടെ തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സീറ്റ്. ഇതേപോലത്തെ 2 ഹെൽമെറ്റും അല്ലെങ്കിൽ ചെറിയ ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന AGV അങ്ങനത്തെ ഹെൽമെറ്റൊന്നും നിൽക്കില്ല. പക്ഷേ ഒരു വേഗയുടെ ഹെൽമെറ്റൊക്കെ ആണെങ്കിൽ ഫുൾ ഫേസ് ഹെൽമെറ്റ്, ചെറിയ ഷെല്ലുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ 2 ഹെൽമെറ്റിക്കും, അല്ലെങ്കിൽ ഒരു ഹാഫ് ഫേസ്, 2 ഹാഫ് ഫേസ് ഒക്കെ ഈസി ആയിട്ടിരിക്കും. 33 liters ഓഫ് ബൂട്ട് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ആണ്. സീറ്റും നല്ല ലോങ് സീറ്റാണ്. കണ്ടോ, അത്യാവശ്യം നല്ല ലോങ് സീറ്റാണ്. നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് സീറ്റ് കൊടുക്കാൻ പോയാൽ, സീറ്റ് നോക്കാൻ പോയാൽ. ആൻഡ് ഇവിടെ ലെഗ് സ്പേസ് ആയാലും നല്ല രീതിയിലുണ്ട്. അതിനെക്കാട്ടും ഒരു 6 ഇഞ്ച് ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ ഇറങ്ങിയിരുന്നാൽ പോലും പിന്നെയും പില്ലിയന് ഇരിക്കാനുള്ള സ്ഥലം നല്ല രീതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈലൻറ്റ് ഫീച്ചർ, പിന്നെ ഹസാർഡ് സ്വിച്ച് ഉണ്ട് കേട്ടോ ഇതിന്. അത് നല്ലൊരു അടിപൊളിയാണ്. പിന്നെ എമർജൻസി ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എല്ലാ ഹസാർഡ് കത്തും. അത് പുറകിൽ നിന്ന് വന്ന ആൾക്കാരെ അലേർട്ട് ചെയ്യും. കണ്ടോ, ഇതാണ് സൈലൻറ്റ് സ്റ്റാർട്ട് ഫീച്ചർ. സോ ലെറ്റ്സ് ഗോ. ഭയങ്കര അടിപൊളിയാണ് ഇതിൻ്റെ പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. ഒരു പെട്ടെന്നാട്ടോ വണ്ടി കയറണം. ഭയങ്കര രസമായിട്ട് നമുക്ക് ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. പക്ഷേ ആ ഒരു പെട്ടെന്ന് കൈ കൊടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൈലേജ് നല്ല രീതി ഡ്രോപ്പ് ഉണ്ട്. ഇപ്പോൾ റിയൽ ടൈം മൈലേജ് ഇതിൽ കാണിക്കേണ്ടത് 28 ഒക്കെയാണ്. നമ്മൾ പൊളിച്ചോടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് പവർ ആൻഡ് എക്കോ മോഡ് ഇതിൽ തന്നെ കാണിക്കും. മോഡല്ല, ജസ്റ്റ് കാണിക്കും നമ്മളെങ്ങനെ ഓടിക്കണമെന്ന്. നമുക്ക് പവർ മോഡാണെങ്കിൽ നല്ല കൈയെടുക്കും, പവർ മോഡിലേക്ക് വരും. പയ്യെ ഓടിക്കുകയാണെങ്കിൽ എക്കോ മോഡിലേക്കും കത്തി കിടക്കും. അപ്പോൾ എനിക്ക് തോന്നണം ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഫീച്ചർ ലോഡഡ് വണ്ടിയാണ്. നമുക്ക് കുറേ ഫീച്ചേഴ്സ് ഇതിൽ അവർ ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ബാലൻസും കൂടെ ആട്ടോ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കൂട്ടറൊക്കെ ഓടിക്കുമ്പോൾ അത്ര വെയിറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യണില്ല. അസിസ്റ്റ് റെഡിയാണ്. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ടെമ്പറേച്ചർ ആവണം ഈ അസിസ്റ്റ് കിട്ടാൻ. ഈ അസിസ്റ്റ് റെഡിയിൽ കാണിക്കുമ്പോൾ നമ്മൾ സഡൻ ത്രോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു പവർ ഫീൽ ചെയ്യും വണ്ടിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു IGO അസിസ്റ്റ് അല്ലെങ്കിൽ IQ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ നിർത്തിയിട്ടിട്ട് ഈ അസിസ്റ്റ് റെഡിയാണെങ്കിൽ കൈ കൊടുത്താൽ ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ളായിട്ട് കംപ്രസ് ആവും. ഫുൾ, അതായത് ഒരു വീലി അടിക്കാനൊക്കെ നമുക്ക് അറിയാവുന്ന ഒരാളെങ്കിൽ ഈസി ആയിട്ട് വീലി അടിക്കാൻ പറ്റും ഈ സ്കൂട്ടറിൽ. കാര്യം ആ ഒരു അസിസ്റ്റ് 8 സെക്കൻഡത്തേക്ക് കിട്ടുന്നത് നമുക്ക് ഭയങ്കര യൂസാണ്. ശരിക്കും നമുക്ക് ആ ഒരു പവർ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ പവർ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഇത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഇതാണ്. അതും ഒന്ന് എൻജിൻ ഹീറ്റ് ആയാലാണ് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്താണ് ആ 8 സെക്കൻഡത്തേക്ക് നമുക്ക് ഒരു പുഷ് തന്നെ ഉണ്ടോ അസിസ്റ്റ് ഓൺ. നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യും. നല്ല രസമായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. ഇങ്ങനെ കണ്ട അസിസ്റ്റ് ഓൺ 8 സെക്കൻഡത്തേക്ക് അസിസ്റ്റ് ഓൺ ആവുള്ളൂ. കഴിഞ്ഞു. പെട്ടെന്നാണ് വണ്ടി 60 ഒക്കെ കയറണം കേട്ടോ. 60-70 ഒക്കെ വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കയറണത്.
സസ്പെൻഷൻ നോക്കാൻ പോയാൽ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം വർക്കിംഗ് ആണ്. റിയർ സസ്പെൻഷൻ ബാക്കിൽ ഒരാൾ ഇരുന്നാൽ കുറച്ച് സോഫ്റ്റ് ആയി പോകും. അത് പ്രീലോഡ് എനിക്ക് തോന്നുന്നു ഏറ്റവും സോഫ്റ്റ് ഇട്ടേക്കൊണ്ടാണ്. ബാക്കിൽ ഒരാൾ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ചെറിയ കട്ടറൊക്കെ ചാടുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കരമായിട്ട് ബൗൺസി ഫീലാണ് നമുക്ക് റിയർ സസ്പെൻഷൻ. അതെനിക്ക് തോന്നുന്നു പ്രീലോഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ ചിലപ്പോൾ റെഡി ആവേണ്ടതാണ്. ഫ്രണ്ട് സസ്പെൻഷൻ അടിപൊളിയാണ്. ബ്രേക്കിംഗ് അടിപൊളിയാണ്. ഇട്ടേക്കുന്ന ടയേഴ്സ് ആയാലും ആവറേജ് കുഴപ്പമില്ല, നല്ല ടയേഴ്സാണ്. അത്യാവശ്യം റെസ്പോൺസ് ഉള്ളൊരു ടയറാണ്. ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ, അത് മൈലേജ് സേവ് ചെയ്യും, നല്ല മൈലേജ് കിട്ടും എന്നാണ് TVS ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അതെനിക്ക് കുറച്ച് ചില സമയത്ത് നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. സ്റ്റാർട്ടാവാനൊക്കെ ചെറിയ ലാഗൊക്കെ ഉണ്ട്. അസിസ്റ്റ് ഒറ്റയടിക്ക് നമുക്ക് 3 times യൂസ് ചെയ്യാം. അപ്പോൾ 3 പ്രാവശ്യം കഴിഞ്ഞാൽ ഒരു 120 seconds അല്ലെങ്കിൽ 140 seconds കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ ഈ അസിസ്റ്റ് കേട്ടോ. അപ്പോൾ അത് ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് മൈലേജ് നോക്കാൻ പോയാൽ എനിക്ക് തോന്നുന്നു ഒരു 35 ഒക്കെ കിട്ടണം നമ്മൾ അത്യാവശ്യം നല്ല പൊളി പൊളിച്ച് ഓടിക്കുവാണെങ്കിൽ. കാര്യം ആ ഒരു അസിസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും കൈ കൊടുത്ത് നമുക്ക് ആ ഒരു പവർ ഡെലിവറിക്ക് വേണ്ടി നമുക്ക് പവർ ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെറിയ മൈലേജ് ഡ്രോപ്പ് എനിക്ക് തോന്നുന്നില്ല, ഒരു 35-40 ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ നമ്മൾ നല്ല പൊളിച്ച് ഓടിക്കുകയാണെങ്കിൽ. ഞാൻ ഈ വണ്ടി ഫുൾ സിറ്റി യൂസിനാണ് എടുത്തേക്കുന്നത്, അതായത് സിറ്റി പേർപ്പസ്, ഫുൾ സിറ്റി റൈഡിങ് ആണ് ഈ വണ്ടിയായിട്ട് ഞാൻ ചെയ്തേക്കണത്. ഹൈവേസ് ഒന്നുമില്ല, ഹൈവേക്ക് ഇപ്പോഴും ബ്ലോക്കാണ് നമ്മുടെയൊക്കെ. എന്നാലും നമ്മൾ ഫുൾ സിറ്റി റൈഡിങ് ആണ് ഈ വണ്ടിയിൽ ഇത്രയും കിലോമീറ്റർ ഓടിച്ചേക്കണത്. എല്ലാ ദിവസവും ഓടിച്ച് ഡെയിലി പർപ്പസ് എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ വണ്ടി. നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം, സാധനങ്ങൾ വെക്കാനായാലും സ്പേസ് ഉണ്ട്. ചാർജിങ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ഒന്നുമല്ല, നോർമൽ ചാർജിങ് ആണ്. പക്ഷേ അത്യാവശ്യം നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനും ഫോൺ അവിടെ വെക്കാനുള്ള ഒരു സ്പേസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ പവർ ഡെലിവറിനെ പറ്റി പറയാൻ പോയാൽ. പിന്നെ സീറ്റൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ബാക്കിൽ പില്ലിയൺ ഇരിക്കാനായാലും കുറേ സ്ഥലമുണ്ട്. ഒരു ഹൈറ്റുള്ള ആര് ഇരുന്നാൽ പോലും, അതായത് ഒരു 6 അടി ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഇറങ്ങിയിരിക്കേണ്ടി വരും. ആ ഇറങ്ങിയിരുന്നാൽ പോലും പില്ലിയണ് പിന്നെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഭയങ്കര ലോങ് സീറ്റാണ്, ഷോർട്ട് സീറ്റൊന്നുമല്ല. നമുക്ക് ഈസി ആയിട്ട് ഹൈറ്റുള്ളവർക്കും ഇരുന്ന് അവർക്ക് ഓടിച്ച് പോകാൻ പറ്റും. ഈ റേഞ്ച് നമ്മുടെ ഓടിക്കാനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഈ റേഞ്ച് കാണിക്കുന്നത്. അതായത് ചില സമയത്ത് പയ്യെ ഓടിക്കുവാണെങ്കിൽ റേഞ്ച് നല്ലോണം നിൽക്കും, സ്പീഡ് ഓടിക്കുവാണെങ്കിൽ റേഞ്ച് പടപടയും താഴത്തേക്ക് പോകും. എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും പല രീതിയിലുള്ള റേഞ്ചാണ് കാണിക്കണം. നമ്മുടെ ഓടിക്കൽ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അസിസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല സഡൻ ത്രോട്ടിലായിരിക്കണം. നമ്മൾ നോർമൽ ത്രോട്ടിൽ കൊടുത്തിട്ട് കാര്യമില്ല, നല്ല സഡനായിട്ട് നമ്മൾ ആ ഒരു ത്രോട്ടിൽ ചെയ്താലാണ് നമുക്ക് ആ ഒരു അസിസ്റ്റ് നമുക്ക് കിട്ടാൻ പോണത്. അല്ലെങ്കിൽ നോർമൽ ഒരു ആക്സിലറേഷനാണ്. പക്ഷേ നോർമൽ ആക്സിലറേഷൻ ആയാലും ഭയങ്കര റിഫൈൻഡ് എഞ്ചിനാണ്, നമുക്ക് ഭയങ്കര വൈബ്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ വണ്ടി കയറി പോണതും ഭയങ്കര രസമായിട്ടാണ് കയറി പോണത്. അസിസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യും, ശരിക്കും ഫീൽ ചെയ്യും ആ ഒരു പവർ നമുക്ക്. അസിസ്റ്റ് ഇല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു പുതിയ എഞ്ചിനാണ് നമ്മുടെ TVSൻ്റെ. കണ്ടോ ഇപ്പോൾ മൈലേജ് നമ്മൾ ശരിക്കും ഭയങ്കര എക്കണോമി നോക്കി ഓടിക്കുകയാണെങ്കിൽ 70 കാണിക്കുന്നുണ്ട് റിയൽ ടൈം മൈലേജ് കേട്ടോ. അപ്പോൾ അതാണ് ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ലോങ് ടേം എനിക്ക് വണ്ടി ഓടിച്ചിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു TVS സ്കൂട്ടർ വാങ്ങാൻ അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി സ്കൂട്ടറാണ്. കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നത് ഒരു 78,000 ആണ് എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത്. കുഴപ്പമില്ലാത്ത പ്രൈസിങ് ആണ്. ഒരു 110cc സ്കൂട്ടർ നോക്കുവാണെങ്കിൽ. അതിൻ്റെ ബ്രേക്സ് ഞാൻ പറഞ്ഞു ഫ്രണ്ട് ഡിസ്ക്, റിയറിൽ നമുക്ക് ഡ്രമ്മാണ്. പക്ഷേ കമ്പൈൻ ബ്രേക്കിംഗ് സിങ്ക്രണൈസ് ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്ത അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടും കുറച്ച് അപ്ലൈ ആവും. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ആ ഒരു 70-30 ബ്രേക്കിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് നല്ല അടിപൊളി പരിപാടിയാണ്. പിന്നെ ഈ ഇവരുടെ ഒരു സൈലൻറ്റ് സ്റ്റാർട്ട് ഫീച്ചറൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു പുഷ് കിട്ടണ ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ എനിക്ക് തോന്നുന്നു ഇനിയും ബൈക്കുകളിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് TVSൻ്റെ സൈഡിൽ നിന്ന് പുതിയ വണ്ടികളൊക്കെ ഉടനെ ഒരു അഡ്വഞ്ചർ ബൈക്കൊക്കെ വരും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്കിൽ കൂടെ ഓടിക്കാൻ ഈ വണ്ടി പെർഫെക്റ്റ് ആണ്. കാര്യം സ്കൂട്ടർ ഭയങ്കര ഈസിയാണ് ബൈക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ, ഗിയർ ചേഞ്ചിങ് കാര്യങ്ങൾ. പക്ഷേ അത് വേറൊരു രസമാണ്. പക്ഷേ സ്കൂട്ടർ വരുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് ട്രാഫിക്കൊക്കെ ഫിൽട്ടർ ചെയ്യാൻ. ഡേ ടു ഡേ യൂസിൽ സ്കൂട്ടേഴ്സ് ആർ ഓൾവേസ് ബെറ്റർ ദാൻ ബൈക്സ് എന്ന് ഞാൻ പറയും. പക്ഷേ ഫൺ വേണമെങ്കിൽ യെസ്, അപ്പോൾ സ്കൂട്ടർ കുറച്ച് പവർഫുള്ളായിരിക്കണം. നമുക്ക് കൈ എടുക്കുമ്പോൾ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റണം. അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരിക്കണം സ്കൂട്ടർ എടുക്കുമ്പോഴത്തേക്കും. യെസ്, ഈ സ്കൂട്ടറിന് അത്യാവശ്യം പവറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റും. കണ്ടോ ആ അസിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കൊരു എൻജിനിൽ നിന്നൊരു പവർ ഔട്ട്പുട്ട് ഫീൽ ചെയ്യും. അത് നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ ഓടിക്കാൻ. നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ട്രാഫിക് ഫിൽട്ടർ ചെയ്യാൻ ഭയങ്കര രസമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ വണ്ടിയിൽ. കണ്ടോ ഭയങ്കര പടപടപടയെന്നാണ് വണ്ടി കയറുന്നത്.
0 to 60 ഒക്കെ ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വണ്ടി കയറണം. നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. ആൻഡ് റെസ്റ്റ് ആസ് എ സ്കൂട്ടർ ഇത് നല്ലൊരു സ്പേഷ്യസ് വണ്ടിയാണ്. കുറേ സ്റ്റോറേജ് സ്പേസോ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ കുറേ പരിപാടിയുണ്ട്. സോ അതായിരുന്നു നമ്മുടെ TVSൻ്റെ ഏറ്റവും പുതിയ ജൂപ്പിറ്ററിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയും ദിവസം ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ TVS ജൂപ്പിറ്റർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ മോഡൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബാക്കിയുള്ളവർക്കും അത് കേട്ട് നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടെ അറിയാൻ പറ്റുന്നതായിരിക്കും. അത് ഇനി എടുക്കാൻ പോകുന്നവർക്ക് അത് നല്ലൊരു യൂസ് ആയിരിക്കും ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേര് കൊച്ചി മച്ചാന്ന് തന്നെയാണ്. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ എന്താ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ ബെല്ലേക്ക് വയ്ക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ് അറിയിക്കുന്നതായിരിക്കും. സാധനം മറ്റാരുമില്ല, നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ.